ആയിട്ട് നമ്മൾ കോളേജിനുണ്ട് HOD ഇല്ല, ഡിപ്പാർട്ട്മെന്റ് ഇല്ല, പ്രൊഫസേഴ്സ് ഇല്ല, രണ്ടാഴ്ചക്ക് മുന്നേ വായിച്ച സർക്കുലറിനകത്തുള്ളത് 6 മാസം റിസൈൻ ചെയ്ത് പോയ പ്രിൻസിപ്പലിനാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ വന്നു? എങ്ങനെ ഈ സർക്കുലറിനകത്ത് 6 മാസം റിസൈൻ അത് സംസാരിക്കാനായിട്ട് മാമിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല, സ്റ്റാഫിനെ സംസാരിക്കാൻ വേണ്ടി അനുവദിച്ചില്ല. കുട്ടികളെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് അടി ഉണ്ടാക്കി നമുക്ക് എന്തിന് മറുപടി തരാതിരിക്കാൻ വേണ്ടിട്ട് പ്രൊവോക്ക് ചെയ്ത് അടി ഉണ്ടാക്കി. ഈ പാരന്റിനെയും കുട്ടീനെയും ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ കോളേജിൽ ഞങ്ങൾക്കുള്ളത്? ഇത്രയും പാരന്റ്സിന്റെ മുന്നേ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഒരു കുറ്റബോധം ചിരിച്ചോണ്ട് നിൽക്കുന്നു. ആ ചെയർമാൻ ഒരു കുറ്റബോധം ചിരിച്ചോണ്ട് നിൽക്കുന്നു. രൂപയാണ് ഡിപ്ലോമ കാർഡ് ഫീസ്. 2000 രൂപ സ്പെഷ്യൽ ഫീസ് ഉൾപ്പെടെ 420 രൂപയും കൂടി ചേർന്ന് ഈ SC/ST കുട്ടികൾക്ക് ഈ ഗ്രാൻസിന്റെ ഇനത്തിൽ വരുന്നുണ്ട്. ആ അത്രയും ഫീസ് മാത്രമേ കോളേജിൽ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ള റൂള് നിൽക്കുകയാണ്. ഇവർ 46,500, 48,500 പിന്നെ സ്പെഷ്യൽ ഫീസ്, അഡീഷണൽ ഫീസ് എന്ന് പറഞ്ഞിട്ട് വേറെ എമൗണ്ടുകളും മേടിച്ചെടുക്കുന്നത്. അതാണ് ഈ ഡിപ്ലോമ കാർഡ് വിഷയം. ഈ കോളേജിലുള്ള എല്ലാ വിഷയങ്ങളും അറിയാം. ഇപ്പൊ അവർക്ക് പിന്നെ ഇവര് മനഃപൂർവ്വം അറ്റൻഡൻസ് കൊടുക്കത്തില്ല. ഈ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. 1 മിനിറ്റ് ലേറ്റായി അകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഇവർ വിളിക്കുമ്പോൾ പറയാം നിങ്ങൾ വീട്ടിൽ പോക്കോ, അറ്റൻഡൻസ് ഇല്ല. ആ ദിവസത്തെ അറ്റൻഡൻസ് കൂട്ടി വെച്ചിട്ട് സെഷണൽ എക്സാം കഴിയുമ്പോഴത്തേക്ക് ഇവർ കൺഫർമേഷൻ കൊടുക്കണം. അത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇയർലി ബേസിൽ എക്സാം നടക്കുന്ന ഒരു കോഴ്സിന് അവർ ഇയർലി ബേസിലാണ് അറ്റൻഡൻസ് നോക്കി കൺഫർമേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. ഇവർക്ക് സെഷണൽ എക്സാം ഓരോ സെഷണൽ എക്സാം കഴിയുമ്പോഴും ഇവർക്ക് കൺഫർമേഷൻ അടയ്ക്കും. അങ്ങനെ കൺഡോണേഷൻ അടച്ചാലോ ഇവർക്ക് പിന്നീട് ക്ലാസ്സിലിരിക്കാമെന്നോ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാമെന്നോ മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കാമെന്നോ ഒരു ഉറപ്പ് അധ്യാപകരുടെ കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ മാനേജ്മെന്റ് സ്റ്റുഡൻസ് ഉണ്ട്. അതായത് B.Pharmന്റെ സ്റ്റുഡൻസ്, അത് 16 കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ. B.Pharm ഫസ്റ്റ് സെമ്മിന് അവർക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ആയിട്ടില്ല. അത് ഈ മാനേജ്മെന്റ് അനാസ്ഥ തന്നെയാണ്. കുട്ടിക്ക് ഈ ഗ്രാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് ബാങ്ക് ലോൺ എടുപ്പിച്ചു. ഇപ്പം നിലവിൽ ആ കക്ഷിക്ക് ഈ ഗ്രാൻസിനും പൈസ വരുന്നുണ്ട്, ബാങ്ക് ലോണും പൈസ വരുന്നുണ്ട്. 2 എമൗണ്ട്. ആ കുട്ടി 3-ാമത്തെ വർഷം പഠിക്കുന്ന കുട്ടി 4 വർഷവും കഴിഞ്ഞ് 1.5 ലക്ഷം രൂപ അധികം പേ ചെയ്ത് നിൽക്കുന്ന കുട്ടിയെ ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വളരെ വിചിത്രമായ ആചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്.